ഇതെൻ്റെ ചേട്ടനാണ്. ചേട്ടൻ തിരുവനന്തപുരം മാജിക് പ്ലാനറ്റിലെ DACയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ എന്നാന്ന് പറയുന്നത് അവധി ദിവസമാണ് തിങ്കളാഴ്ച. അപ്പം ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നൊരു വീഡിയോ എടുത്തേക്കാം, നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ സംസാരിച്ചേക്കാം എന്നൊക്കെ വിചാരിച്ചു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞാനിത് ദേഷ്യത്തെക്കുറിച്ച് പറയാം. ഒട്ടും ദേഷ്യമില്ലാത്ത ആളാണ് എൻ്റെ അടുത്തിരിക്കുന്നത് എൻ്റെ ചേട്ടൻ. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നോടാണേലും മക്കളോടാണേലും. ഞാൻ തള്ളണതാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കരുത്, സത്യമായ കാര്യമാണ്. അപ്പം ദേഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മളധികം ദേഷ്യപ്പെടുന്നത് അല്ലേ? അപ്പോൾ പെട്ടെന്ന് നമുക്ക് കൺട്രോൾ വിട്ടുപോകും. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും അല്ലേ? നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ നേടിയെടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ നേടിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദേഷ്യം ഉണ്ടാകാറുണ്ട്. പിന്നെ എപ്പോഴാണ് ദേഷ്യം ഉണ്ടാകാനേട്ടാ? ദേഷ്യമല്ലോ ചേട്ടന് വരാറില്ല. ഇനി ഞാൻ എൻ്റെ അനുഭവത്തിൽ എൻ്റെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് എനിക്ക് ദേഷ്യം അധികം വരുന്നത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യം ഒരു നല്ല സ്വഭാവമല്ല. ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ പലപ്പോഴും ചിലരോട് ദേഷ്യപ്പെടുമ്പോഴേ അവരൊരു എന്നാന്ന് പറയുന്നത് ഒരു ദൈവാധീനമുള്ള മനുഷ്യർ, നമ്മളൊരു നല്ല മനുഷ്യരാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കൊള്ളും. ഞാൻ പലപ്പോഴും എൻ്റെ ചേട്ടനോട് ദേഷ്യപ്പെടുമ്പോൾ, പണ്ടൊക്കെ ഇപ്പോഴും കുറവാണ്, എന്നാലും ദേഷ്യപ്പെടുമ്പോൾ ഞാൻ പിന്നീട് വിചാരിക്കാറുണ്ട്, സാത്വികനായ ഒരാളോട് ദേഷ്യപ്പെടുമ്പോഴേ അത് നമുക്ക് തന്നെ നെഗറ്റീവായിട്ട് കൊണ്ടാലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോടാണേലും അങ്ങനെ തന്നെയാണ് അല്ലേ? നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാക്കുന്നു നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ചിന്തിക്കാതെയല്ലേ പറയുന്നത് പലപ്പോഴും. അപ്പം അങ്ങനെ പറയുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് വരാൻ ഒത്തിരി സാധ്യത കൂടുതലാണ്. പിന്നെ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിവായി പോവുക. ഒന്നെങ്കിൽ യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ മുഖമൊന്ന് കാലുകളൊക്കെ കഴുകുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചേട്ടൻ യോഗയുടെ കോഴ്സുകളൊക്കെ കൂടി സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച ആളാണ്. നന്നായിട്ട് യോഗ ചെയ്യും. എന്നെയൊക്കെ യോഗ പഠിപ്പിക്കുന്നതും ചേട്ടനാണ്. ഞാൻ യോഗയുടെ ഒരു വീഡിയോ ഇട്ടില്ലേ, അതൊക്കെ എന്നെ ചേട്ടൻ പഠിപ്പിച്ചതാണ്. മെഡിറ്റേഷൻ പഠിച്ച ബ്രഹ്മകുമാരീസിൻ്റെ കേട്ടോ, അവരുടെ മെഡിറ്റേഷനാണ് ഞാൻ കോഴ്സ് കൂടി ചെയ്തത്. പിന്നെ ദേഷ്യം പറയാൻ എന്താ മാർഗമല്ലോ? ദേഷ്യം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളൊന്ന് പരമാവധി ഒഴിവായി നിൽക്കുക. ദേഷ്യം മൂഡ് ശരിയല്ലെങ്കിൽ നമ്മൾ അരിശവോ അല്ലെങ്കിൽ നമുക്കൊരു മൂഡ് മോശമാണെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുക. എന്ത് തീരുമാനം എടുക്കുമ്പോഴും അങ്ങനത്തെ ഒരു മൂഡിൽ തീരുമാനം എടുക്കാതെ വേറെ മനസ്സൊന്ന് ശാന്തമാക്കിക്കൊണ്ട് വേണം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പലതും എടുക്കുന്നത്. നമ്മൾ അരിശപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങളാണ് നമുക്ക് ഭാവിയിലും ഒത്തിരി പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഏത് തീരുമാനവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണെങ്കിൽ എപ്പോഴും ശാന്തമായ ഒരു മാനസികാവസ്ഥയിൽ എടുക്കാൻ ശ്രമിക്കുക. വരാനില്ല, ദേഷ്യമൊക്കെ സംഭവിക്കുന്ന ആരും അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നതല്ല, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുക, നമ്മൾ ഇപ്പം സംസാരിച്ചതൊരു സാധാരണ മാനസികാവസ്ഥയിലല്ല. അപ്പം ആ സമയത്ത് പറഞ്ഞത് ചിലപ്പം നമ്മൾ നോർമലി സാധാരണ ഒരു സാഹചര്യത്തിൽ പറയുന്നതല്ല. പെട്ടെന്ന് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞത് മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തിയാൽ നമുക്ക് കുറേയൊക്കെ ശാന്തമാകാൻ സാധിക്കും. ഇതാണ് ദേഷ്യത്തിനെ കുറിച്ചുള്ളത്. പിന്നെ ദേഷ്യപ്പെടാണ്ടിരിക്കാൻ എന്താ പറയുന്നേ, പരമാവധി ശ്രമിക്കുക ദേഷ്യപ്പെടാതിരിക്കാൻ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ ചേട്ടനെ കാണിച്ചു തരുമ്പോൾ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. ഓക്കേ.